കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ ആ കടുത്ത പനിയും പല്ലിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, അമ്മയുടെ മരണം. അങ്ങനെ ഞങ്ങൾ തിരുവല്ല TMM വൈകിട്ട് 5:30 പോകുന്നു. കാഷ്വാലിറ്റിയിലാണ്. അവർ ഡെങ്കു ആണ് ചെക്ക് ചെയ്യുന്നത്. വാ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്കും വായിക്കകം നോക്കാൻ പറ്റുന്നില്ല. മുഖത്തൊക്കെ നീര് വെച്ചിരിപ്പുണ്ട്. അങ്ങനെ അവർ ഡെങ്കു ചെക്ക് ചെയ്തിട്ട് ഡെങ്കു ഇല്ല. അങ്ങനെ ഒബ്സർവേഷനിൽ കാഷ്വാലിറ്റി ICUവിൽ അഡ്മിഷൻ ആയി. ഒബ്സർവേഷനാണ്. അപ്പോൾ എനിക്കറിയത്തില്ല അവിടെ TMM ഹെമറ്റോളജി ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് അവർ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി എനിക്ക് ലുക്കീമിയ ആണെന്നും അവർക്ക് മനസ്സിലായി. ബ്ലാസ്റ്റ് 72% ഉണ്ടെന്നും ഒക്കെ അവർക്ക് മനസ്സിലായി. എനിക്കും മനസ്സിലായില്ല. അത് കാരണം എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. വൈകിട്ട് 5:30 ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ബന്ധുക്കാരും എൻ്റെ കൂടെയില്ല. ഹോസ്പിറ്റലിലെ ICUവിൽ കുറേ സീരിയസ് രോഗികളാണ്. ലങ്സ് ഇൻഫെക്ഷൻ ആയവർ, പ്രായമുള്ളവർ, അവരുടെ വല്ലാത്ത ചുമ, ഒരാളൊന്ന് മരിക്കുന്നു, അതിൻ്റെ കരച്ചിൽ. ശരിക്കും ഞാനപ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു ബോധമേ ഇല്ല. ബാത്റൂമിൽ പോകാൻ വയ്യ, ദേഹത്ത് തൊടുന്നിടത്തൊക്കെ ചതഞ്ഞ പാട്, ആകെ വയ്യ, ഛർദിൽ. തണുത്തു വിറയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പം സിസ്റ്റർ ഒരു കമ്പിളി കൊണ്ടുവന്ന് പുതപ്പിച്ചെന്നെ. അതല്ലാതെ എനിക്ക് ഒരു മരുന്നും തരുന്നില്ല. ടെമ്പറേച്ചർ കൂടുമ്പം പാരസെറ്റമോൾ മാത്രം തരുന്നു. ഞാൻ പേടിച്ച് വിറച്ച 2 ദിവസം ആയിരുന്നു അത്. എന്തു ചെയ്യണം എന്ന് എനിക്കറിയാത്ത ഒരവസ്ഥ. എൻ്റെ മനസ്സൊക്കെ നേരത്തെ ചത്തുപോയിരുന്നു. ജീവനുള്ള ഒരു ശരീരം മാത്രമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവസ്ഥ. നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത അവസ്ഥ. ലുക്കീമിയയ്ക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം തരാത്തത്. പക്ഷെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ലല്ലോ. ആ ഒരു അവസ്ഥ വളരെ ഭയങ്കരമായിരുന്നു. ഓക്കെ കൂട്ടുകാരെ.